നമസ്കാരം. ജനമനസ് ഇന്ന് മധ്യ കേരളത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത് എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളാണ്. എന്നോടൊപ്പം ഇന്നും ശ്രീ ജേക്കബ് ജോർജ് പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഡോക്ടർ എം.എ. ലാലും. എറണാകുളം, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. എറണാകുളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വളരെ പ്രത്യേകതയുള്ള നഗരം, ഇന്ത്യയിൽ എണ്ണപ്പെട്ട നഗരങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ ലോക ഭൂപടത്തിൽ തന്നെ നിർത്താൻ സാധ്യതയുള്ള ഒരു വലിയ നഗരമാണ് കൊച്ചി. ആ കൊച്ചിയെ ഉൾക്കൊള്ളുന്ന എറണാകുളത്തേക്ക് ആരാണ് പുതിയ ലോക്സഭ പ്രതിനിധിയായി എത്തുക എന്നത് അറിയാനുള്ള 2019 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറയാനാകുക? ഇതാ ഇപ്പോൾ 2014 ചിത്രം തന്നെ നോക്കാം. ശ്രീ ജേക്കബ് ജോർജ്, കെ.വി. തോമസ് ആണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് 2014. 3,53,841 വോട്ടുകൾ. മുൻ മന്ത്രിയായ കെ.വി. തോമസ് അവിടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. 2014 മുൻപ് അദ്ദേഹം UPA സർക്കാരിൽ ഉണ്ടായിരുന്നതാണല്ലോ. പിന്നീട് അവിടെ ഇടത് സ്വതന്ത്രനായി ഉണ്ടായിരുന്നത് ക്രിസ്റ്റി ഫെർണാണ്ടസ് ആണ്. 2,66,794 വോട്ട്. AN രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി 99,003 വോട്ടുകൾ നേടി. ഭൂരിപക്ഷം കെ.വി. തോമസിൻ്റേത് 87,047 വോട്ടുകളാണ്. വോട്ടിംഗ് ശതമാനം 73.59. കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ കെ.വി. തോമസ് മാഷ് മുൻപും അവിടെ MP ആയിട്ടുണ്ട്. ഒരു ഏതാണ്ട് ഇത് 5ാമത്തെ തവണയാണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഉള്ള കെ.വി. തോമസ് മാഷ് വീണ്ടും മത്സരിക്കുമെന്നൊക്കെയുള്ള പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് 2019 നമ്മൾ ഇപ്പോൾ ചർച്ചയിലേക്ക് എത്തുന്നത്. ജേക്കബ് ജോർജ്. കെ.വി. തോമസ് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. കെമിസ്ട്രി പ്രൊഫസറായിരുന്നു തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ. അതിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. കരുണാകരൻ കൊണ്ടുവന്ന അദ്ദേഹം. അപ്പൊ അതേസമയം തന്നെ കൊച്ചി കെ കരുണാകരൻ്റെതാണെന്നോ? കൊച്ചി കരുണാകരൻ്റെ ഒരു പ്രധാനപ്പെട്ട തട്ടകമാണല്ലോ കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതേസമയം തന്നെ അദ്ദേഹം ഡൽഹിയുമായിട്ടും ബന്ധം വെച്ചു, സോണിയാഗാന്ധിയുമായിട്ട്. അങ്ങനെ സുദൃഢമാണ് ആ ബന്ധങ്ങളൊക്കെ. അദ്ദേഹം സുദൃഢമായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചു. രാഷ്ട്രീയമായിട്ടുള്ള നല്ല ബന്ധങ്ങളുണ്ട്. മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും. ഡൽഹിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം വളരെ, ഈ TVR ഷെണായിൽ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കിച്ചൺ ക്യാബിനറ്റിലെ അംഗങ്ങൾ തന്നെ എന്ന് പറയാം. എപ്പോഴും അവരുടെ ഈ കെ.വി. തോമസിൻ്റെ കൂടെ കുറേ മാധ്യമ പ്രവർത്തകരും കാണും ഡൽഹിയിലെ. TVR ഷെണായി, അന്ന് VK മാധവൻകുട്ടി, ഇവരൊക്കെ ആ ഇതിൽ പെടുന്നതാണ്. ഇത്തവണ അദ്ദേഹം പ്രായാധിക്യം മൂലം, പക്ഷേ കെ.വി. തോമസ് നിൽക്കരുത് എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് ആർക്കും ധൈര്യമില്ല. നിൽക്കരുത് എന്ന് മനസ്സിൽ കാണുമായിരിക്കും. കോൺഗ്രസ്സിൽ ആർക്കും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാനുമുള്ള ധൈര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുണ്ട്. അത് മുൻപൊരു എപ്പിസോഡിൽ ശ്രീ ജേക്കബ് ജോർജ് തന്നെ പറഞ്ഞതുപോലെ, ആറ്റിങ്ങലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വയലാർ രവിയുടെ കാര്യം പറഞ്ഞല്ലോ. ചെറുപ്പക്കാര് ആയിട്ടുള്ള ആളുകൾ പഴയ കഥ ഓർക്കണം എന്ന്. കെ.വി. തോമസ് വന്ന അങ്ങനെയാണ്. സേവിയർ അറക്കൽ അവിടെ സ്ഥാനാർത്ഥി ആയതാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഒരു ആരവം. കെ.വി. തോമസിന്റെ വരവാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോ യുവാക്കൾ കോൺഗ്രസിനുള്ളിൽ ഉയർത്തുന്ന ചില പ്രതിഷേധങ്ങളിൽ അത് തോമസ് മാഷെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലതാണ്. ഇല്ല, ഇത് തോമസ് മാഷെ മനസ്സിൽ കാണുമായിരിക്കുന്നത്. പക്ഷേ തോമസ് മാഷിനെതിരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. പറയാൻ ആർക്കും ഒരു ധൈര്യം വന്നു. കാരണം ആര് ജയിക്കണ്ടേ ആ സീറ്റിലെ? എന്തൊക്കെ പറഞ്ഞാലും തോമസ് മാഷ് ഈ പ്രായത്തിലും, അതൊരു നല്ല പ്രായമുണ്ട്, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എതിർക്കാൻ കോൺഗ്രസിനകത്ത് ആർക്കും ഒരു തന്റെ ഇടമില്ല. ഇത് മാത്രം മതിയോ 2019 എറണാകുളത്തുകാർക്ക് രാഷ്ട്രീയം? അതെ, 2019 BJPയുടെ സ്ഥിതി നോക്കി വളരെ ദയനീയമാണ്. വളരെ ദയനീയമാണ്. BJP രാധാകൃഷ്ണനെ 1 ലക്ഷം തികച്ചില്ല അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു 99,003 വോട്ടാണ് കഷ്ടിച്ച് എണ്ണി പറക്കി. വീണ്ടും ഒന്ന് AN രാധാകൃഷ്ണൻ ഇത്തവണ മത്സരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ഇമേജൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. ശബരിമലയിലൊക്കെ പോയി കമ്മീഷണർ സിനിമയിൽ കണ്ടതുപോലെ ചില ഡയലോഗുകളൊക്കെ, കുറച്ച് ഹിന്ദു വിപ്ലവമൊക്കെ പ്രസംഗിച്ച്, ഹൈന്ദവ വിപ്ലവമൊക്കെ പ്രസംഗിച്ച്. നമ്മളൊരു കാര്യം കൂടെ നോക്കുകയാണല്ലേ, ക്രിസ്റ്റി ഫെർണാണ്ടസെ ഈ പറഞ്ഞില്ല, അദ്ദേഹം നല്ല പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനാണ്. പക്ഷേ രാഷ്ട്രീയ മുഖമില്ല. അതാണ് അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ തവണ പറ്റിയത്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ ആ പരീക്ഷണം പരാജയം. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് കൊച്ചിക്ക് ഇടതുപക്ഷം ഒരു ഇടത് മുന്നണിയെ അങ്ങനെ അപ്രാപ്യമൊന്നും അല്ലായിരുന്നു.
കാരണം മുമ്പ് സെബാസ്റ്റ്യൻ പോളൊക്കെ ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകും. തീർച്ചയായും സമീപകാല പശ്ചാത്തലം 2014 മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ്? 99 ജോർജ് ഈഡൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. 2004 സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്രനായി വിജയിച്ചു. 2009 അതിനു മുമ്പൊരു ഉപതെരഞ്ഞെടുപ്പിലാണ് സെബാസ്റ്റ്യൻ പോൾ ജയിക്കുന്നത്. അതെ 2009 KV തോമസ് മാഷ് കോൺഗ്രസിന് വേണ്ടി വിജയിക്കുന്നു. 2014 അത് ആവർത്തിക്കുന്നു. KV തോമസ് മാഷ് തന്നെ അവിടെ വീണ്ടും വരുന്നു. അതാണ് നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് വന്നത്. ഈ പറഞ്ഞതുപോലെ ഇടത് മുന്നണിക്ക് അവിടെ സാധ്യമാകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ളവർക്കൊക്കെ ഈസിയായി ജയിക്കാൻ കഴിഞ്ഞു. കരുണാകരൻ അപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ പോലും ഇപ്പുറത്ത്, അതായത് 2004 തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് കരുണാകരന്റെ സ്ഥാനാർത്ഥിയാണ്. അതെ, CPM-ന്റെ ശക്തമായ ഒരു കേന്ദ്രം തന്നെയാണ് എറണാകുളം, സംശയമൊന്നുമില്ല. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. മഹാരാജാസ് കോളേജ് യുവ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇടതുപക്ഷ തേരോട്ടത്തിന്റെ യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. NPC ഒരുപക്ഷെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ വന്നാൽ 2016 ചിത്രം ഇങ്ങനെയായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ UDF ആണ്, പരവൂറിൽ UDF ആണ്, വൈപ്പിനിൽ LDF ആണ്, കൊച്ചിയിൽ LDF ആണ്, തൃപ്പൂണിത്തുറയിൽ LDF ആണ്, എറണാകുളത്ത് UDF ആണ്, തൃക്കാക്കരയിൽ UDF ആണ്. ഇതാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ കുറച്ച് സ്ഥാനാർത്ഥികളാണ് ഈ നിയമസഭയിൽ ഉള്ളത്. അതിൽ കുറെ പേരൊക്കെ പ്രമുഖരായ നേതാക്കൾ ഈ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. മാത്രവുമല്ല ലോക്സഭാ മണ്ഡല പരിധിയിൽ UDF-നാണ് മേൽക്കൈ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും അതെ, പല മണ്ഡലങ്ങളും നമ്മൾ കാണാത്ത ഒരു കാഴ്ച. 2016 ശക്തമായ ഇടത് തരംഗമുണ്ടായിരുന്ന സമയമാണ്. അപ്പോഴും UDF-നൊപ്പമാണ് എറണാകുളം ലോക്സഭാ മണ്ഡല പരിധി. UDF-ന് 4,17,238 വോട്ടുകൾ, LDF-ന് 3,75,093 വോട്ടുകൾ, BJP-ക്ക് 1,43,572 വോട്ടുകൾ. അത് ശ്രദ്ധിക്കണം ജേക്കബ് ജോർജ്. അതായത് 2014 1 ലക്ഷം അടുപ്പിക്കാത്ത AN രാധാകൃഷ്ണൻ 2016 BJP നേടുന്നത് 1,43,000 അടുത്ത് വന്നു. അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വളർച്ച. അത് എത്ര ശതമാനം വരും? അത് 14 വരുമോ? 15? അതാണ് ആ സമയത്ത് 14 അടുപ്പിച്ചാണ്. 14% തന്നെയുണ്ട്. അതെ, അത് കേരളത്തിന്റെ മൊത്തം ഒരു ശരാശരിയോട് അടുത്ത് വരുന്നുണ്ട് എറണാകുളവും. തീർച്ചയായും ബിജെപിക്ക് വരും. അത് പക്ഷേ ഒരു ഹാർഡ് കോർ BJP വോട്ട് എന്നല്ല, അത് സ്ഥാനാർത്ഥിയുടെ മുഹിമ കൊണ്ട് കിട്ടിയതല്ല. അതെ, കൃത്യമായി BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു. അതുകൊണ്ടുണ്ടായ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. BJP-ക്ക് കണക്കുകൾ വരുന്നത് BDJS-ഉമായിട്ടൊരു ബന്ധം ഉണ്ടായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. 2015 പുതിയ BDJS ഉണ്ടാകുന്നു, NDA-യിൽ BDJS വരുന്നു. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് 2016 BJP പ്രധാനപ്പെട്ട ഈ തൃപ്പൂണിത്തുറയിലൊക്കെ BJP-യുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. NDA-യുടെ തൃപ്പൂണിത്തുറയൊക്കെ BJP ജയിക്കാൻ വേണ്ടിയാണ് മത്സരിച്ചത്. ജയിക്കുമെന്ന കേൾവി പോലും ഒരു ഘട്ടത്തിൽ അവര് സൃഷ്ടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ അത്രയ്ക്ക് അവർ നോക്കിയിരുന്ന ഒരു ഘട്ടത്തിലാണ് 1,43,500. അതാണ് അത്രയും വലിപ്പം. അതെ, പക്ഷെ അത് ഈ ഒരു വളർച്ച, ഈ ഒരു ഉയർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുമോ? യെസ്, അതൊരു സംശയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി പോലൊരു നഗരത്തിൽ എന്ത് ചർച്ച ചെയ്യപ്പെടാം? പ്രളയം കേരളത്തിൽ ഒരു വലിയ വിഷയമാണ്. ശബരിമല ഒരു വലിയ വിഷയമാണ്. യുദ്ധം ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. മറ്റു വിഷയങ്ങൾ, മോദി എന്ന നേതാവ് ചർച്ച ചെയ്യപ്പെടാം. രാഹുൽ ഗാന്ധി പറയാം. ഇടത് മുന്നണിയുടെ പ്രാധാന്യം എന്താണ് വരുന്ന ലോക്സഭയിലേക്ക് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടാം. ഇതിലൊക്കെ ഏത് രീതിയിലായിരിക്കും കൊച്ചി പറയുക? ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘടകങ്ങളും പരസ്യത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും ഒക്കെ ഭാഗമല്ലോ. കേരളത്തിലെ ഗവൺമെൻറ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഭരണരീതി, പ്രളയം കൈകാര്യം ചെയ്ത രീതി, ഈ പറഞ്ഞ 2000 ദിവസങ്ങൾ, വികസനത്തിൻ്റെ പടികൾ, അതൊക്കെ ചർച്ചയാവാം. ആത്യന്തികമായിട്ട് എനിക്കൊന്ന് BJP ഭരണം വേണ്ടയോ, കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നുള്ളൊരു വിഷയം തന്നെയാവും. അങ്ങനെ വരുമ്പോഴേക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഈ വോട്ടിംഗ് ഫിഗറും കൂടെ ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഏകപക്ഷീയമായി CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള മത്സരം തന്നെയായിരിക്കും സംഭവിക്കുക. നേതാക്കന്മാർ ചർച്ച ചെയ്യപ്പെടാമല്ലോ. ഈ കൊച്ചി പോലൊരു നഗരത്തിൽ നരേന്ദ്രമോദി ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ പിണറായി വിജയൻ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം, ഒരു നഗരം എന്നുള്ള നിലയ്ക്ക്, അതുപോലെ രാഹുൽ ഗാന്ധി, ഇങ്ങനെ വലിയ ടോപ്പ് ലീഡേഴ്സ് ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതിലുപരി എനിക്ക് തോന്നുന്നു പ്രളയത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രദേശമാണ് ആലുവ മുതൽ അങ്കമാലി, ആ പ്രദേശങ്ങൾ മുഴുവൻ.
അവിടുത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും എങ്ങനെ കാണുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും. അത് ആലുവ ആ പ്രദേശത്തും ആലുവ മുതൽ എറണാകുളത്തിൻ്റെ ആ പ്രാന്തപ്രദേശങ്ങൾ ഒക്കെയും ഈ പ്രളയം നേരിട്ട് അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ച ജനക്കൂട്ടം അവിടെയുണ്ട്. അവർക്ക് എന്തുമാത്രം സഹായമായി ഗവൺമെൻറ് എന്നൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. യെസ്, IT പോലെയുള്ളൊരു നഗരം, ITക്ക് പ്രാധാന്യമുള്ളൊരു നഗരം, പുതിയ ട്രെൻഡുകൾ വരുന്ന നഗരം, അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക? കേരളത്തിന്റെ പൊതു ചർച്ച തന്നെയാണോ നഗരത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തെക്കുറിച്ച് പറയും. അതെ, നഗരവാസികൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയം കാണും. അവരുടെ ഒരു സുരക്ഷിതത്വം, അവരുടെ വളർച്ച, വിദ്യാഭ്യാസം, തൊഴിലിടങ്ങളിലേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ട്, ഇതൊക്കെ ഒരു വിഷയം തന്നെയാവും, യാതൊരു സംശയമില്ല. തൊഴിൽ പറയുമ്പോൾ തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തോ എന്ന അന്വേഷണം ഉണ്ടാവും. ശരിക്കും ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും തൊഴിൽ കിട്ടുക എന്നുള്ളത്, നാടിന് വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലുകളുടെ എണ്ണം കൂടും. അങ്ങനെ കൂടിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒരു ഹാപ്പിനെസ് ലെവൽ കൂട്ടണമെങ്കിൽ നല്ല തൊഴിൽ വേണം, സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല തൊഴിൽ വേണം, നല്ല ശമ്പളം വേണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻഫോ പാർക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഇൻഫോ പാർക്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ സഹായം ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് പ്രത്യേകിച്ചും IT രംഗത്തെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം എത്ര കണ്ട് അവിടുത്തെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രതിഫലനം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ്. ചാലക്കുടി മണ്ഡലത്തിൻ്റെ പശ്ചാത്തലം. യെസ്, ചാലക്കുടി മണ്ഡലത്തിലും ഇതുപോലെ 2014 ആരാണ് മുന്നിൽ വന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു 2014 ചാലക്കുടി പിടിച്ചെടുക്കാൻ ഇടത് മുന്നണി അവിടേക്ക് ഇറക്കിയത്. വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പലരും സംശയിച്ചിടത്ത് ഇന്നസെന്റ് ഇടത് സ്വതന്ത്രനായി 3,58,440 വോട്ടുകൾ നേടി PC ചാക്കോയെ മലർത്തിയടിച്ചു എന്ന് പറയുന്നതാണ്. കോൺഗ്രസിന്റെ പ്രഗത്ഭനായ, ജയിക്കാൻ വേണ്ടി മാത്രം ചാലക്കുടിയിലേക്ക് വന്ന PC ചാക്കോ 3,44,556 വോട്ടുകൾ മാത്രം നേടി 13,884 വോട്ടുകൾക്ക് പിന്നിലായി. B ഗോപാലകൃഷ്ണൻ BJPയുടെ ഒരു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. 92,848 വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വോട്ടിംഗ് ശതമാനം 76.95%. ഇടത് സ്വതന്ത്രനായ ഇന്നസെന്റ് ചാലക്കുടിയിൽ ജയിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സാമുദായികമാണോ, രാഷ്ട്രീയമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ശ്രീജ, സാമുദായികവും രാഷ്ട്രീയം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഗ്ലാമർ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ ചേരികൾക്കും ചില പാഠങ്ങൾ മുന്നോട്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത് അല്ലേ? ഉറപ്പായി മത്സരിച്ച് ജയിക്കാൻ വന്ന ചാക്കോ അടിപതറി വീഴുന്നതാണ്. ചാക്കോ ആരാ? അതിൽ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള ഒരു വലിയ പാഠമുണ്ട്. ചാക്കോ കോൺഗ്രസിലെ ഒരു അധികായനല്ലേ, അധികാല നേതാക്കന്മാരിൽ ഒരാളാണ്. ഒപ്പം ആരിൽ ചവിട്ടിയും അധികായർ വീഴാം ഒരു സന്ദേശം. അതെ അതെ. പക്ഷെ ഇന്നസെന്റിന്റെ ചടുലമായ മനസ്സും ഓപ്പണാണ് വളരെ. അതെ, സ്വന്തം വിദ്യാഭ്യാസമില്ലായ്മയെ കുറിച്ച് ഒരാള്. പിന്നെ സിനിമയുടെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, ആ ഗ്ലാമറും ജനങ്ങളുടെ മനസ്സിലേക്ക്, വേറൊരു സിനിമക്കാരൻ നിന്നാൽ ജനങ്ങൾ മൈൻഡ് ചെയ്യത്തുമില്ല. അതെ അതെ, ആ ഗ്ലാമർ ആ തരത്തിൽ പലയിടത്തും വിലപ്പോയിട്ടില്ല. ഇല്ല, ചിലവാകത്തില്ല. കേരളത്തിൽ ഒട്ടും ചിലവാകും. സിനിമാക്കാരുടെ സംഘടനയുടെ തലപ്പത്തായിരുന്നല്ലോ അദ്ദേഹത്തിന്, മാറ്റാതെ വെച്ചോണ്ടിരുന്നു. അവരുടെ നേതാവായിരുന്നു. അപ്പൊ സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിന് അന്യമൊന്നുമല്ല. അല്ല, അതിൻ്റെ അകത്തെ എന്തൊക്കെയാണെങ്കിലും ഇന്നസെന്റ് സംസാരം കേട്ടാൽ ഇന്നസെന്റ് പ്രകടമായി രാഷ്ട്രീയമൊന്നും പറയുകയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ അത് ജനങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഒരു രസതന്ത്രം, ജനങ്ങളും അദ്ദേഹവും തമ്മിൽ ഒരു രസതന്ത്രം ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള നമ്മൾ പ്രകടമായിട്ട് കാണാത്ത ഒരു രാഷ്ട്രീയം, ആ ഒരു ചരടായിരിക്കണം ജനങ്ങളിലേക്ക് അദ്ദേഹത്തെ. വലിയ സിദ്ധാന്തങ്ങളല്ല പറയുന്നത് അദ്ദേഹത്തിന്, അവരുടെ ഭാഷയിൽ അവർക്കറിയാവുന്ന അവരോട് സംവദിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ നോക്കുക, 2009 അതെ, അത് മുകുന്ദപുരമായിരുന്നല്ലോ മുമ്പ്. അതെ, പഴയ മുകുന്ദപുരമായിരുന്നു. ചാലക്കുടി ആയതിനു ശേഷമുള്ള ചരിത്രമാണ്. യെസ്, KP ധനപാലനാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. 2014 ഇന്നസെന്റ് ജയിച്ചതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. അതിന് മുമ്പുള്ള മുകുന്ദപുരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വലിയ, ശരിക്കും PC ചാക്കോ തൃശ്ശൂർ വിട്ടിട്ട് ചാലക്കുടി വന്നതാണ് ഒരു പ്രശ്നമായത് അന്നത്തെ സമയത്ത്. അന്നത്തെ രാഷ്ട്രീയത്തിൽ, 5 വർഷം മുമ്പത്തെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് PC ചാക്കോയ്ക്ക് അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ധനപാലിന് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ചാലക്കുടി പ്രശ്നം ഈ ഇത്രയും വരുമാന സാധ്യതയില്ല. ചിലപ്പം വേറൊരു ഒന്നായിക്കൂടാ എന്നില്ല. രണ്ടും പോയി.
രണ്ടും പോയി. അതാണ് UDF-ന് വലിയൊരു നഷ്ടമുണ്ടായത്. തൃശ്ശൂരും ചാലക്കുടി ഒരുപോലെ കയ്യിൽ നിന്ന് പോയി എന്നതാണ്. അതിന്റെ പ്രകമ്പനങ്ങൾ പിന്നെ തീർന്നിട്ടില്ല, പിന്നീട് അങ്ങോട്ടും വർദ്ധിക്കുക ചെയ്തു. അതെ അതെ. ഇവിടെ 2016 നിയമസഭാ മണ്ഡലങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. കയ്പമംഗലത്ത് LDF വളരെ കൃത്യമായി നോക്കണം ശ്രീ ജേക്കബ് ജോർജ്. തിരുവനന്തപുരം നമ്മൾ കണ്ടതുപോലെ തന്നെ 3 മുന്നണികൾക്കും ഈ 2016 ഒരു പ്രധാനപ്പെട്ട രീതിയിൽ വോട്ടുകളുടെ ഷെയർ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ കയ്പമംഗലത്ത് ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കി 66,824 വോട്ടുകൾ. ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വിജയം. കൊടുങ്ങല്ലൂരിൽ LDF, പെരുമ്പാവൂരിൽ ആണ് UDF. അവിടെ ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു സാജു പോൾ, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്കമാലിയിൽ UDF ആണ് ജയിച്ചിരിക്കുന്നത്. ആലുവയിൽ UDF ആണ്. കുന്നത്തുനാട് UDF ആണ്. അപ്പോൾ അവിടെ അപ്പുറത്ത് BJP-യുടെ കണക്കും നമ്മൾ നോക്കണം. BJP-ക്ക് കയ്പമംഗലത്ത് 30,000-ൽ പരം വോട്ടുകൾ, ചാലക്കുടിയിൽ 26,000-ൽ പരം വോട്ടുകൾ, കൊടുങ്ങല്ലൂരിൽ 32,000-ൽ പരം വോട്ടുകൾ, പെരുമ്പാവൂരിൽ 19,000-ൽ പരം വോട്ടുകൾ, അങ്കമാലിയിലാണ് 10,000-ന് താഴെ വരുന്നത്, 9,014 വോട്ടുകൾ, ആലുവയിൽ 19,349, കുന്നത്തുനാട് 16,459. ആകെ വോട്ടുകൾ നോക്കുമ്പോൾ LDF ആണ് ചാലക്കുടിയിൽ ഈ 2016-ലും 4,37,284 വോട്ടുകൾ. UDF തൊട്ടു പുറകിലുണ്ട് 3,92,069. BJP തരംഗമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്, അതെ, ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്കിൽ പോലും UDF-ന്റെ ഒരു ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇന്നസെന്റ് യാദൃച്ഛിക വിജയം നേടിയെന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് LDF-ന്റെ ആധിപത്യം പിന്നെ നിലനിന്നു. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വലിയ പ്രത്യേകതയാണ്, ഒരു വലിയ മാറ്റമാണ്. ജനങ്ങളുടെ ഒരു ചിന്ത ഇടതുപക്ഷ മുന്നണിക്ക് പ്രകടമായിട്ട് അനുകൂലമായി നീങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1.5 ലക്ഷം BJP നേടിയെന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 1.5 ലക്ഷം അവിടെ ചാലക്കുടിയിൽ 1.5 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അവർ പരമാവധി അവരുടെ വോട്ട്, അവരുടെ മുഴുക്കിയ ശക്തി അവരെ സമാഹരിച്ച് വോട്ടാക്കിയിട്ടുണ്ട്. പഴയ മുകുന്ദപുരം വെച്ചാണെങ്കിലും ഇപ്പോഴത്തെ ചാലക്കുടി വെച്ചാണെങ്കിലും അവിടുത്തെ ജനമനസ്സ്, അതിനെ നിയന്ത്രിക്കുന്ന ഘടകം അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം ഈ കേരളത്തിലുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയം പ്രധാനം തന്നെയാണ്. രാഷ്ട്രീയം അത് ജനങ്ങളുടെ അതാണല്ലോ BJP-യുടെ വലിയ സങ്കടം. അതായത് ജനങ്ങൾ ഇങ്ങനെ രണ്ടായിട്ടങ്ങ് വിഭജിച്ച് നിൽക്കുകയല്ലേ. ഒരു വശത്തെ ഇടതുപക്ഷം, മറുവശത്ത് കോൺഗ്രസ് പക്ഷം. അപ്പൊ ഈ രണ്ട് പക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കും. ആരെ അനുകൂലിച്ചാലും അതൊരു രാഷ്ട്രീയ തീർപ്പാണ്. അത് രണ്ട് പക്ഷത്തിലും താഴെ BJP നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളും മത്സരം അങ്ങോട്ട് ഘടിപ്പിക്കുമ്പോൾ പിന്നെയും BJP തള്ളപ്പെടും. അതാണ് BJP-യുടെ ദുര്യോഗം കേരളത്തിൽ. ആ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ എത്താൻ BJP-ക്ക് കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് അത് കഴിയും എന്ന് എനിക്ക് ഒട്ടും വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP-യുടെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗം മാത്രമായിട്ടാണ് നമുക്ക് ഈ ചാലക്കുടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ പറ്റുക. അങ്ങനെ ഓരോ സ്ഥലത്തും ഗ്രൂപ്പുകൾക്കാണ്. BJP-യിൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളതിനേക്കാൾ കഷ്ടമാണ് ഇപ്പൊ BJP-യിലെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അല്ലെ, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുണ്ടെങ്കിലും ആ ഗ്രൂപ്പ് വഴക്കും അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവരതിനൊരു തിയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആന്റണിക്ക് കരുണാകരൻ വേണമായിരുന്നു അംഗപ്പുറത്ത്, കൂടെയല്ല അങ്ങേ പക്ഷത്ത്, അങ്ങേ ധ്രുവത്തിൽ 2 ധ്രുവങ്ങളായിട്ടാണല്ലോ ആന്റണി കരുണാകരൻ നിൽക്കുന്നത്. ആ 2 ധ്രുവങ്ങൾ അങ്ങനെ നിലനിർത്തേണ്ടത് 2 കൂട്ടരുടെ ആവശ്യമായിരുന്നു. അതേപോലെ തന്നെ ഈ ആന്റണി പക്ഷവും ഐ പക്ഷവും എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കല്പികമാണെങ്കിലും ആ പക്ഷം ഉണ്ടെങ്കിലേ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടുകയുള്ളൂ. ഈ ചാലക്കുടിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി വരുമോ? ചാലക്കുടി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി 1-2 സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ചിലപ്പോൾ അതിലൊന്ന് ചാലക്കുടി ആവാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയുടെ കാര്യം, എറണാകുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുതിയ വോട്ടർമാർക്ക് ഒരു ചെറിയ സ്വാധീനമുണ്ട്. ഇവിടെയൊക്കെ ചെറുതെന്ന് പറയുന്നത് ഭൂരിപക്ഷം വളരെ കുറവാണ് ജയിച്ച സ്ഥാനാർത്ഥികൾക്ക്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാറ്റം തന്നെയാണത് ഉണ്ടാക്കുക. അതെ, തീർച്ചയായിട്ടും യുവാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ വോട്ട് എങ്ങനെ, അവരുടെ രാഷ്ട്രീയം എന്ത്, തീർച്ചയായിട്ടും ഇത്യാദി ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമായിരിക്കും ഫലം. ഒരുപക്ഷെ അന്താരാഷ്ട്ര നഗരം കൊച്ചിയാണെന്ന് പറയുമ്പോഴും നെടുമ്പാശ്ശേരി ചാലക്കുടി ഭാഗത്താണ്, അങ്കമാലി ആ ഭാഗത്ത് തന്നെയാണ്. അതെ, അപ്പോൾ ഒരു അന്താരാഷ്ട്ര നഗരത്തിന്റെ എല്ലാ സ്വഭാവവും അതിനുണ്ട്. അതെ, തന്നെയല്ല തൃശ്ശൂരോട്ടുള്ള വഴി, തൃശ്ശൂർ പിന്നെ കോയമ്പത്തൂർ ഒരു വലിയ വ്യവസായ ഇടനാഴിയായിട്ട് വളരാൻ സാധ്യതയുള്ളൊരു ബെൽറ്റാണ് കൊച്ചി, തൃശ്ശൂർ, അങ്ങനെ പാലക്കാട്, കോയമ്പത്തൂർ ബെൽറ്റ് എന്ന് പറയുന്നതേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. വളരെയധികം നല്ല റോഡുകൾ
പിന്നെ കരുണാകരനൊക്കെ ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ കൂടിയാണത്. അതുകൊണ്ട് കരുണാകരന്റെ അനുഗ്രഹങ്ങളൊക്കെ അവിടെ വളരെയധികം ചൊരിഞ്ഞിട്ടുമുണ്ട് ആ കാലഘട്ടത്തിൽ. നല്ല റോഡുകളൊക്കെ ആ ഭാഗത്തിന്റെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കോൺഗ്രസിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒരു കൂടുതൽ നല്ല പ്രാധാന്യമുള്ള ഐ ഗ്രൂപ്പിന്റെ പ്രാധാന്യമുള്ള ആ പത്മജി അവിടെ മത്സരിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ ചാലക്കുടിയെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി പറയുമ്പോൾ അവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങൾ, അതായത് സാമ്പത്തികമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ, വർഗപരമായി പരിശോധിക്കുമ്പോൾ അവിടെ കർഷകരുടെ, കയ്പമംഗലം പോലെയുള്ള പ്രദേശമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കർഷകർക്കൊക്കെ പ്രാധാന്യമുള്ള, കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുണ്ട്. കച്ചവടക്കാർ, ഇടത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ് ചാലക്കുടി. സാമ്പത്തികമായിട്ട് ഇടത്തരക്കാരിലല്ല, ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് തന്നെ പറയാം. ഇടത്തരക്കാരിൽ കുറച്ച് മേൽത്തട്ട് നിൽക്കുന്നവർ തന്നെയായിരിക്കണം പൊതുവേ ആ പ്രദേശത്തുള്ളത്. ആറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റിങ്ങിലൊക്കെ അതുപോലെ അതിലും താഴെയുള്ള ഒരു സമൂഹമാണ്. മറിച്ച് കുറച്ചും കൂടെ പ്രോസ്പെരിറ്റി, സമൃദ്ധിയുള്ള ഒരു പ്രദേശമാണ് ചാലക്കുടി. അപ്പൊ ആ സമൃദ്ധിയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ ചിന്ത എങ്ങോട്ട്, ഈ റബ്ബറിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് ഇങ്ങോട്ടേക്കും ഇവിടെ ഇല്ല, അങ്ങോട്ട് റബ്ബറിന്റെ ഇമ്പാക്ട് പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഇല്ല. പെരുമ്പാവൂർ കൂടുതലും തടി വ്യവസായം, പ്ലൈവുഡിന്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ പെരുമ്പാവൂർ വിദ്യാഭ്യാസപരമായിട്ടും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. നല്ല സ്കൂളുകൾ, നല്ല കോളേജുകളൊക്കെ ഉള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. അതുപോലെ തന്നെ പെരുമ്പാവൂരും സാക്ഷരതയിലൊക്കെ, വിദ്യാഭ്യാസത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന പ്രദേശമാണ്. പൊതുവെ ആ സ്ഥലങ്ങളൊക്കെയും സമൃദ്ധി ഉണ്ടെന്ന് മാത്രമല്ല സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും കേരളത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശം. ഒരുപക്ഷെ നമ്മൾ മറ്റു ചില മണ്ഡലം, ഇപ്പോൾ പത്തനംതിട്ട അല്ലെങ്കിൽ ആലപ്പുഴ, ഇങ്ങനെയുള്ള മാവേലിക്കര, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ചും കൂടെ സാന്നിധ്യമുണ്ട്, കുറച്ചും കൂടെ ശക്തിയുള്ള മണ്ഡലമാണ്. അവർക്ക് വേണമെങ്കിൽ ന്യൂനപക്ഷത്തിൽ നിന്ന് സംഘടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം ആരാണ് ഞങ്ങളുടെ MP എന്ന്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇന്നസെന്റിനെ അങ്ങനെ തിരഞ്ഞെടുത്തതിൽ ഇതുപോലെ ഒരു ശാക്തീകരണം ഉണ്ടായിട്ടില്ല എന്ന് സംശയിക്കേണ്ടി. പക്ഷെ അവിടെ ഈ ചാലക്കുടിയിലുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമ നിരീക്ഷകരൊക്കെ സാധാരണ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടല്ലോ, അവര് ഉറപ്പിച്ച് ബെറ്റ് വെച്ചതാണ് ഇന്നസെന്റ് ജയിക്കില്ല. ഞങ്ങൾക്ക് അത്ര പൾസ് ഇവിടുത്തെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ പ്രവചിച്ചതാണ്. ഞാൻ ആരെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചാണെന്ന് ശ്രീ ജേക്കബ് ജോർജ് ചിരിക്കണ്ട. പക്ഷെ അങ്ങനെ പറഞ്ഞ, അപ്പൊ അതിനപ്പുറം എന്തോ നടന്നിരിക്കുന്നു. അവിടെ ഇന്നസെന്റ് ജയിക്കില്ല, അങ്ങനത്തെ ഒരു മണ്ഡലമാണ് ചാലക്കുടി എന്ന് പറഞ്ഞ് വലിയ ക്ലെയിം നടത്തിയവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. അതാണ് ഒരു മാജിക്. അതെ, അതൊരു പക്ഷേ ഇന്നസെന്റ് മാജിക് ആയിരിക്കും. ഇന്നസെന്റ് മാജിക്. അപ്പോൾ എന്തായാലും ചാലക്കുടി, എറണാകുളത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് ആറ്റിങ്ങൽ എങ്ങനെയാണോ അതുപോലെയാണ് എറണാകുളത്തിന്റെ ചാലക്കുടി എന്ന് വേണമെങ്കിൽ പറയാം. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒരു വലിയ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചാലക്കുടിക്ക്, ഇന്നസെന്റ് ഇപ്പോൾ MP ആയി നിൽക്കുന്ന ചാലക്കുടിക്ക് 2019 ജനമനസ് ഏത് രീതിയിലേക്ക് പോകും എന്ന ഒരു വലിയ വെല്ലുവിളിക്കുള്ള ഉത്തരമാണ് നൽകേണ്ടത്. അത് എങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ പരിശോധിച്ചാണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിച്ചത്. ഇപ്പോൾ എറണാകുളവും ചാലക്കുടിയും കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇനി നമുക്ക് അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള സമയമാണ്. അത് അടുത്ത എപ്പിസോഡിലാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജേക്കബ് ജോർജിന് നന്ദി. ഒപ്പം ശ്രീ NPCക്കും നമസ്കാരം.